വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ അതിനായി ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 2 മുട്ട ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ചിക്കിയെടുക്കണം. പിന്നെ ഇത് തട്ടിക്കൂട്ട് ബിരിയാണിയാണെന്ന് പറയാൻ കാരണം ഞാൻ വെറുതെ ഇരുന്നപ്പോൾ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നി. അപ്പം ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്, എപ്പോഴും ചോറുണ്ണാൻ മടിയായതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അപ്പം ഞാൻ ചോറ് വെച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മുട്ട ചിക്കിയതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് പിന്നെ നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പു അതൊക്കെ ചേർത്തു. അതൊന്ന് ഇളക്കി അതിലേക്ക് സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അന്നേരം നല്ല രീതിയിലൊന്ന് വാടി വരുമ്പം അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് അതും എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം സവാളയൊക്കെ ഒന്ന് നല്ല രീതി വാടി വരുന്നിടം വരെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബിരിയാണി റൈസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ചോറാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളിക്കയാണ്. തക്കാളിക്കയും കൂടെ ചേർത്തിട്ട് തക്കാളിക്ക് ഒന്ന് വേകുന്നിടം വരെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് ആ സവാള ഒന്ന് ഉടയുന്ന പരുവമില്ലേ, ആ ഒരു പരുവത്തിലേക്ക് നമ്മൾ ഇതാക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പൊടികളാണ്. ആദ്യം കുറച്ച് മഞ്ഞൾ പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് മീറ്റ് മസാലയാണ്. അപ്പം ഇതെല്ലാം നിങ്ങൾ എടുക്കുന്നതിൻ്റെ അളവിൽ വേണം ചേർത്ത് കൊടുക്കാൻ. ഏകദേശം അളവൊക്കെ അറിയാമല്ലോ. അപ്പം നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഒത്തിരി മസാല വേണ്ട, കുറച്ച് മസാല. ഞാനിപ്പോൾ 2 പേർക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. ഇനി ഈ മസാല എല്ലാം ചേർത്ത് മസാലയുടെ മണമൊക്കെ പോകുന്നിടം വരെ എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കി വെച്ച മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇവിടെ കുറച്ച് ബീഫ് അതിരിപ്പുണ്ടായിരുന്നു, ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ആ മസാലയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ നമ്മൾ ചേർക്കുന്നത് തൈരാണ്. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ മസാല ഒന്നും കൂടെ എല്ലാം കൂടെ തൈരുമായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ പുതിനയിലയോ മല്ലിയിലയോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അപ്പം അതും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ സാദാ ചോറില്ലേ, അതും കൂടെ ചേർത്ത് നല്ല മിക്സ് ചെയ്ത് നമ്മുടെ സ്പെഷ്യൽ ഇന്ന് റെഡിയായി. ബൈ.